വെങ്കായ റോസ്റ്റും കാന്തിയുമാണ് പരിചയപ്പെടുത്തുന്നത്. വെങ്കായ റോസ്റ്റിന് വേണ്ട സാധനങ്ങൾ സാധാരണ ദോശമാവ് തലേദിവസം അരച്ചു വെച്ചതാണ്. പൊന്നി അരി ചേർത്തിട്ടാണ് ഇത് അരച്ചു വെച്ചിട്ടുള്ളത്. 2 വലിയ സവാള കൊത്തി അരിഞ്ഞിട്ടുണ്ട്. 4 പച്ചമുളകും കൂടി വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു പിടി കറുവേപ്പില പിച്ചി പറിച്ചെടുത്തതാണ്. ഇനി കാന്തിക്ക് വേണ്ട സാധനങ്ങൾ: ഒരു വലിയ സവാള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, 5 വറ്റൽമുളകും കുറച്ച് കറുവേപ്പിലയും പാകത്തിനുപ്പും ഒരു വലിയ തക്കാളിയുമാണ്. എങ്ങനെയാണ് വെങ്കായ റോസ്റ്റും കാന്തിയും ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കാന്തിക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും വറുത്തെടുക്കാൻ പോവുകയാണ്. നല്ലപോലെ ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കുക. ഇപ്പോൾ ഇത് ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ ചൂടാറിയിട്ട് അരച്ചെടുക്കാം. പേസ്റ്റ് പോലെ നല്ല പോലെ അരച്ചെടുക്കണം. പാൻ അടുപ്പത്ത് വെക്കുക, സിമ്മിലിടണം. ചൂടായ ശേഷം നമുക്ക് ദോശ പരത്തിയെടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഒരു കല്ല് നല്ല ചൂടാവരുത്. അപ്പം നമുക്ക് ഈ ദോശ ഇങ്ങനെ പരത്താൻ കിട്ടുകയില്ല. ദോശ ചുരുണ്ടു പോകും. അപ്പം നല്ല ഷേപ്പിൽ വേണം ദോശ നമ്മൾ പരത്തിയെടുക്കാം. ദോശ ഇപ്പോൾ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. നല്ല നൈസായിട്ട് തന്നെയാണ് പരത്തിയിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഈ ഒനിയൻ അഥവാ സവാള കൊത്തി എരിഞ്ഞത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. സവാള ഒരിക്കലും വറുത്ത് കോരരുത്, വാട്ടിയെടുക്കരുത്, പച്ചയ്ക്ക് തന്നെ ഇടണം. അപ്പം ഞാനിതിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്ക് എരിവുള്ളത് കൊണ്ട് എരിവ് അവർക്ക് പറ്റില്ലല്ലോ, അപ്പോൾ അവർക്ക് മുളക് ചേർക്കണമെന്നില്ല. കറുവേപ്പില കൂടി നമുക്ക് ഇതിന് ചുറ്റും ഇങ്ങനെ വിതറി കൊടുക്കാം. മല്ലിയില കൂടി ചേർക്കലുണ്ട് ചില ആളുകൾ, ഞാനിവിടെ ചേർക്കുന്നില്ല. ഞാൻ കറുവേപ്പില മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ നല്ല ശുദ്ധമായ നെയ്യാണ് തൂവി കൊടുക്കുന്നത്. ഇതൊരു പ്രത്യേക മണമായിരിക്കും ദോശയ്ക്ക്. കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു വിഭവം ആയിരിക്കുന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം ഈ നെയ്യിൻ്റെ മണം, കൊളസ്ട്രോൾ ഉള്ളവരൊന്നും നെയ്യ് ഉപയോഗിക്കരുത്, കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടുകൊള്ളും. അപ്പോൾ ഇത് നല്ലോണം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി പതുക്കെ വേണം ഇത് മറിച്ചിടാൻ. മറിച്ചിടുമ്പോൾ ഇതെല്ലാം തൂവിപ്പോവും. അതുകൊണ്ട് നമ്മളിതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഉള്ളിയെല്ലാം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനോട് ഇത് ഒട്ടിപ്പിടിച്ചത് കൊണ്ട് നമ്മൾ മറിച്ചിടുമ്പോൾ ഇത് പോവുകയില്ല. നല്ലോണം നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം വേണം മറിച്ചിടാൻ. ഇപ്പോൾ അടിഭാഗം വെന്ത് കഴിഞ്ഞു, ദോശ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതാ, ഇനി നമുക്കിത് പതുക്കെ വേണം മറിച്ചിടാൻ. ഇതാ, ഇനി ഇത് 1 മിനിറ്റ് ഇത് വേവണം, അടി വേവണം. അപ്പോഴാണ് ഈ ഉള്ളികൾ വെന്ത് കിട്ടുക. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണേ. നമുക്കിത് 2 മിനിറ്റ് വേവിച്ചെടുക്കാം. തീ കൂട്ടി കൊടുക്കണം. ആ സമയത്തൊക്കെ പരത്തുമ്പോൾ മാത്രമാണ് സിമ്മിലിടേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ദോശ പരത്തിയ ഉടനെ തന്നെ ഈ ഉള്ളിയും സാധനങ്ങളും ഇടുകയാണെങ്കിൽ അതിൽ തന്നെ അത് പറ്റിപ്പിടിച്ചുകൊള്ളും. ഒരിക്കലും ഇത് മറിച്ചിടുമ്പോൾ കല്ലിലേക്ക് ചാടുകയില്ല. അത് നിങ്ങൾ ചെയ്തോളുക. വെങ്കായ റോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കാന്തി കൂടെ അരച്ചു വെച്ച കാന്തി കൂടെ ചേർത്ത് കഴിക്കാം. സാമ്പാറും ചട്നിയും കൂടെ വേണമെങ്കിൽ കഴിക്കാം. ചിക്കൻ കറിയും കുറുമയും ഒക്കെ ഇതിന് പറ്റും. നല്ല ടേസ്റ്റായിരിക്കും. ട്രൈ ചെയ്യൂ.